ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. കുറേ നാളായിട്ട് ഒരുപോലെ ഇരിക്കുന്നൊരു വണ്ടിയാണ് നമ്മുടെ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് 5G 6G എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേര് മാത്രമേ കമ്പനി മാറ്റുന്നുള്ളൂ. വലിയ മാറ്റമൊന്നും അതിന് വരുന്നില്ല. എങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നത് ആ ഒരു വണ്ടി തന്നെയാണ്. എന്നാൽ ആക്റ്റീവയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടി TVS കൊണ്ടുവന്ന വണ്ടിയാണ് ജുപ്പിറ്റർ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആക്റ്റീവയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാനും ജുപ്പിറ്ററിന് കഴിഞ്ഞു. ജുപ്പിറ്റർ ഇപ്പോൾ അവർ നല്ല പോലെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വണ്ടി അത്യാവശ്യം ഓൾട്ടായി തുടങ്ങിയിരുന്നു. ഒരു ക്ലാസിക് ഡിസൈനൊക്കെയാണ് ആ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അത് മാറ്റി വണ്ടി ഇപ്പോൾ പക്കാ മോഡേൺ ആയിരിക്കുകയാണ്. നല്ലപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയ നല്ലപോലെ തന്നെ മോഡേൺ ലുക്കാണ് ഇപ്പോൾ വണ്ടി കിട്ടിയേക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു DRL കാണാം. അതായത് നമ്മളിപ്പോൾ കാറുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള DRL ഇപ്പം ജുപ്പിറ്റർ വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഹെഡ് ലാമ്പിനും ടെയിൽ ലാമ്പിനൊക്കെ അവർ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ന്യൂജൻ ലുക്കിലാണ് വണ്ടി വന്നേക്കുന്നത്. അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ലുക്കാണ് വണ്ടിക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. വണ്ടിക്ക് ഇപ്പോൾ മൊത്തം 4 വേരിയൻ്റ് ഉള്ളത്. ഡ്രം വേരിയൻ്റ് ഉണ്ട്, ഡ്രം വിത്ത് അലോയ് ഉണ്ട്, ഡ്രം വിത്ത് സ്മാർട്ട് എക്സ് കണക്ട് ഉണ്ട്, പിന്നെ ഡിസ്ക് വിത്ത് സ്മാർട്ട് എക്സ് കണക്ട് ഉണ്ട്. അങ്ങനെ മൊത്തം 4 വേരിയൻറ്റിലെ വണ്ടി ഇപ്പം അവൈലബിൾ ഉള്ളത്. അതേപോലെ തന്നെ 6 കളേഴ്സും ഉണ്ട്. ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ മേറ്റ് ബ്ലൂ ഉണ്ട്, അതേപോലെ തന്നെ മേറ്റ് ഗ്രേ ഉണ്ട്, പിന്നെ കോപ്പർ മേറ്റ് എന്ന് പറഞ്ഞ കളർ കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 6 കളറിൽ 4 വേരിയൻസിലാണ് വണ്ടി ഇപ്പം അവൈലബിൾ ഉള്ളത്. വണ്ടിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 73,700 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നേരത്തേക്കാളും പ്രൈസ് വലുതായിട്ട് കൂട്ടുന്നുമില്ല. ഏതാണ്ട് ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് ഇപ്പോഴും വണ്ടി വന്നേക്കുന്നത്, ഇത്രയും ഫീച്ചേഴ്സ് കൂടിയിട്ടും. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 87,750 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. 220 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. റിയറിൽ നോക്കുകയാണെങ്കിൽ 130 mm ഡ്രം ബ്രേക്കുമാണ്. വണ്ടിയുടെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 113.3 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. അതായത് നേരത്തെക്കാലം ഏകദേശം 3.7 cc വണ്ടിയുടെ ആ ഒരു കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. വണ്ടിയുടെ പവർ നോക്കുകയാണെങ്കിൽ 8.2 PS ആണ്, 6500 RPM. പവർ ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ടോർക്ക് നോക്കുകയാണെങ്കിൽ 9.2 Nm ടോർക്ക് 5000 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് 82 km/ലിറ്റർ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത്രയും കിട്ടുമോയെന്നറിയാൻ എങ്കിലും അതിൻ്റെയൊക്കെ അറ്റപ്പറ്റ കിട്ടുകയാണെങ്കിൽ തന്നെ നല്ലൊരു വലിയ മൈലേജാണ്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും ഒന്നും തീരുന്നില്ല. TVS ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിൻ്റെ ഒരു കൂമ്പാരാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്. ജുപ്പിറ്റർ നമുക്ക് പണ്ട് പോലെ അറിയാവുന്ന വണ്ടിയാണ്, ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുക്കുമായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇത് വേറെ ലെവലുകളാണ്. അതായത് ആ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 33 ലിറ്റേഴ്സോളാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി പറയുന്നത്. അതായത് നമുക്ക് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇപ്പോൾ അതിനകത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. വണ്ടിയിൽ പുതിയൊരു LCD കളർ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അതിൽ നാവിഗേഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, SMS അലേർട്ട്, കോൾ അലേർട്ട്, പിന്നെ വോയിസ് അസിസ്റ്റ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ടു MD, ആവറേജ് ഫ്യൂൽ എക്കണോമി, അതേപോലെ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻഡോർക്ക് ഉള്ള പോലെ തന്നെ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഫോളോ മീ ഹെഡ് ലാംപ്സ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. എമർജൻസി ബ്രേക്ക് വാർണിംഗ് വരുന്നുണ്ട്. പിന്നെ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മൾ കാറുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കുറേ നേരം ഐഡിലിംഗ് നിർത്തിയാണെങ്കിൽ വണ്ടി തന്നെ ഓഫായി പോകും. എന്നിട്ട് നമ്മൾ ആ ഒരു ആക്സിലേറ്റർ പയ്യൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വണ്ടി പിന്നെ സ്റ്റാർട്ട് ആകുന്നതാണ്. അങ്ങനെ നമുക്ക് കുറേ ഫ്യൂലൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് TVS പറയുന്നത്. പിന്നെ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ് പുതിയൊരു സാധനം ഉണ്ട്. ഈ ഐഗോ അസിസ്റ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഏകദേശം 9.8 Nm വണ്ടിയുടെ ടോർക്ക് കൂടുന്നതാണ്. നോർമലി 9.2 Nm ഉള്ളൂ. പക്ഷേ ഐഗോ അസിസ്റ്റ് ഓൺ ആക്കുകയാണെങ്കിൽ 9.8 Nm ആ ഒരു ടോർക്ക് കൂടുന്നതായിരിക്കും. അതുകൂടാണ്ട് തന്നെ ഫ്രണ്ടിലൊരു USB ചാർജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് തൂക്കാൻ വേണ്ടി ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജുപ്പിറ്ററിൻ്റെ ആ ഒരു പെട്രോൾ അടിക്കുന്ന ആ ഒരു ഫ്യൂൽ ലിഡ് വന്നേക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിലാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.